ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർക്ക് വീണ്ടും പരിക്കേറ്റത് ആരാധകരെ നിരാശയിലാഴ്ത്തിയിട്ടുണ്ട്. ഈ വരുന്ന ഇന്റർനാഷണൽ ബ്രേക്കിലെ 2 വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാകും. ബ്രസീൽ ടീമിൽ നിന്നും അദ്ദേഹം ഇപ്പോൾ പുറത്തായിട്ടുണ്ട്. നെയ്മറുടെ പരിക്ക് അങ്ങനെ വലിയ പരിക്കൊന്നുമല്ല, പക്ഷെ അദ്ദേഹത്തിന് വിശ്രമം ആവശ്യമാണ്. പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ ഒരൽപ്പം സമയം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ജാഗ്രത എന്ന രൂപേണയാണ് ബ്രസീൽ ടീമിൽ നിന്നും അദ്ദേഹം ഇപ്പോൾ മാറി നിന്നിട്ടുള്ളത്. ഏതായാലും ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് നെയ്മർ സ്കാനിങ്ങിന് വിധേയനായി ഒരു മൈനർ ഇഞ്ചുറിയാണ് അദ്ദേഹത്തിനുള്ളത്. നെയ്മർ കളിക്കളത്തിലേക്ക് തിരിച്ചെത്താൻ 2 അതിലധികമോ ആഴ്ച പിടിക്കും എന്നൊക്കെയാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവരുടെ ആ ഒരു റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്: നെയ്മർ കളിക്കളത്തിലേക്ക് തിരിച്ചെത്താൻ 2 അതിലധികമോ ആഴ്ച പിടിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അദ്ദേഹം ട്രീറ്റ്മെന്റിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫിസിക്കൽ തെറാപ്പിയാണ് നെയ്മർ പ്രധാനമായും ചെയ്യുന്നത്. നെയ്മർ MRI സ്കാനിങ്ങിന് വിധേയനായിരുന്നു. ആ റിപ്പോർട്ടുകൾ പ്രകാരം നെയ്മറുടെ ഇഞ്ചുറി അത് മൈനർ ആണ്. ഫസ്റ്റ് ഡിഗ്രി മസിൽ സ്ട്രെയിൻ ആണ് അദ്ദേഹത്തിന് ഉള്ളത്. എന്നാൽ പൊട്ടലുകളോ അതല്ലെങ്കിൽ വിള്ളലുകളോ ഒന്നും തന്നെ ഇല്ല എന്നത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഇതാണ് ഗ്ലോബോയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. തൈ ഇഞ്ചുറിയാണ് നെയ്മറെ ഇപ്പോൾ അലട്ടുന്നത്. ചെറിയ ഇഞ്ചുറിയാണ്, പക്ഷെ അദ്ദേഹത്തിന് വിശ്രമം ആവശ്യമാണ്. ഏറ്റവും മികച്ച രൂപത്തിൽ തയ്യാറെടുക്കാൻ വേണ്ടിയാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ ഈ ഒരു ബ്രസീലിയൻ ടീമിൽ നിന്നും മാറി നിന്നിട്ടുള്ളത്. മികച്ച പ്രകടനമാണ് നെയ്മർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരിക്കിന് ശേഷവും പൂർവാധികം ശക്തിയോടുകൂടി അദ്ദേഹം തിരികെ വരും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.